വലിയൊരു ചാണകക്കുഴിയിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു എന്ന് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ കൃഷ്ണന്റെ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പക്ഷെ നമുക്കിപ്പോ പേടി, ഇനി അങ്ങനെങ്ങാണം പറഞ്ഞു പോയാൽ 10 വോട്ട് കുറഞ്ഞു പോയാൽ എല്ലാം തകടം പറഞ്ഞു. ആ കാമ്പിനെ നമ്മൾ തൊടത്തില്ല. അഖില കേരള തന്ത്രി സമാജമാണ് ഈ പാവം പിടിച്ച് ഈഴവനെതിരായിട്ട് കേസിന് പോയത് എന്ന് പറയാൻ നമുക്കെന്താണ് മടി? മേൽശാന്തിയായിട്ട് ജോലി ചെയ്യുവാൻ വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരി അപേക്ഷ അയച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളി. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒന്നല്ല, 2025-ലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി ഈ 16-ാം നൂറ്റാണ്ടിലെ ചരിത്രം പറയുന്ന അവസാനിപ്പിച്ചിട്ട് 2025-ലേക്കൊന്ന് വരണം. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന്റെ ഒരു പ്രത്യേകത അത് മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് നാരായണ ഗുരുസ്വാമികൾ എഴുതി വെച്ചതിലൂടെ ഈ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ നാരായണ ഗുരുസ്വാമികൾ കേരളീയ പൊതുമണ്ഡലത്തിൽ അരക്കിട്ടുറപ്പിച്ചു. ഈ 3 ആശയങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ ഇതിനൊരു നൈരന്തര്യം വേണം, ഇതിനൊരു തുടർച്ച വേണം. ആ നൈരന്തര്യത്തിനും തുടർച്ചയ്ക്കും എവിടെയൊക്കെയോ ചില ക്ലേശങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്ന പ്രധാനപ്പെട്ട വിഷയം. നമ്മളിപ്പോൾ ഇന്നിവിടെ ഈ സെമിനാർ നടത്തുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. കുട്ടൻകുളം സമരം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ആ സമരം നടന്ന മണ്ണിൽ തന്നെ ചില പ്രതിസന്ധികൾ നാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. നമുക്കിഷ്ടമല്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചില കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ചില കാര്യങ്ങൾ നമ്മൾ മൂടി വെക്കാൻ ആഗ്രഹിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ 2-3 പേരിലേക്ക് മാത്രം ചർച്ച ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നു, ചില കാര്യങ്ങളുടെ ചർച്ചകൾ മുഴുവൻ സമൂഹത്തിലേക്കും പടരുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നവോത്ഥാനത്തിന്റെ മഹിമയെപ്പറ്റി നിരന്തരം പറയുന്ന നമ്മൾ ഇങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കഴകക്കാരന് കഴകപ്രവൃത്തി ചെയ്യുവാനായി പ്രവേശനം സാധ്യമാകാത്തൊരു സാഹചര്യം ഇരിങ്ങാലക്കുടയിൽ കുട്ടൻകുളം സമരം നടന്ന മണ്ണിൽ അസാധ്യമാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോഴല്ലേ നവോത്ഥാനത്തിന്റെ നൈരന്തര്യത്തെ പറ്റി നമുക്ക് ദുഃഖമുണ്ട് എന്ന് പറയാൻ കഴിയും. അല്ലാതെ നമ്മൾ പറയുന്നതല്ല ഈ ചരിത്രത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രതിസന്ധിയുടെ കാതലിനെ സ്പർശിക്കാതിരിക്കുകയും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ കാര്യമില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം, അതിന് ഏറെ സമയമുണ്ട്. പക്ഷേ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഇത്തരം ഒരു സെമിനാർ നടത്തുമ്പോൾ ഇരിങ്ങാലക്കുടയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെ പറ്റി പറയാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എന്തുകൊണ്ടാണ് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കഴകക്കാരനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്ന് നമ്മളോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അത് ചോദിച്ചില്ലെങ്കിൽ എങ്ങനെ നമ്മൾ നാരായണ ഗുരുവിനോടും സഹോദരൻ അയ്യപ്പനോടും ചാത്തൻ മാസ്റ്ററോടും നമുക്ക് കടമയുള്ളവരായി, നന്ദിയുള്ളവരായി, ആത്മസാഹോദര്യമുള്ളവരായി നമുക്ക് മാറിത്തീരാൻ കഴിയും? നമ്മുടെ സഹോദരനല്ലേ അയിത്തം അനുഭവിച്ചത്? നോക്കൂ, പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം വായിച്ചു. ഈ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കുളക്കരയിലെ പുല്ല് പറിക്കാൻ ഒരു പിശാരടിക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒന്നല്ല, 2025-ലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഈ 16-ാം നൂറ്റാണ്ടിലെ ചരിത്രം പറയുന്ന അവസാനിപ്പിച്ചിട്ട് 2025-ലേക്കൊന്ന് വരണം. 17-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിന് പ്രാധാന്യം ഇല്ല എന്ന് ഞാൻ ഈ പറയുന്നതിന് അർത്ഥമില്ല. ആ ചരിത്രത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് 2025-ലെ പ്രശ്നം ചർച്ച ചെയ്യാൻ നാം മടിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ അയിത്തം അവസാനിപ്പിക്കേണ്ടതല്ലേ? ഈ അയിത്തം അവസാനിപ്പിക്കണ്ടേ? എന്തുകൊണ്ടാണത് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഒന്ന് അവസാനിക്കാത്തത്? കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അവിടെ മേൽശാന്തിയായിട്ട് ജോലി ചെയ്യുവാൻ വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരി അപേക്ഷ അയച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളി.
വിഷ്ണുനാരായണൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ അദ്ദേഹം റിട്ട് പെറ്റീഷൻ സമർപ്പിച്ച അവസരത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തത് അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയാണ്. അക്കീരമൺ കാളിദാസ ഭട്ടതിരിയാണ് അതിൻ്റെ മേലധികാരി. പക്ഷെ ഇക്കാര്യം പറയാൻ നമുക്ക് ഭയവാ, പേടിയാ. ആ കാമ്പിനെ നമ്മൾ തൊടത്തില്ല. അഖില കേരള തന്ത്രി സമാജമാണ് ഈ പാവം പിടിച്ച് ഈഴവതിനെതിരായിട്ട് കേസിന് പോയത് എന്ന് പറയാൻ നമുക്കെന്താണ് മടി? അതാണ്, നമ്മൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കേരള നവോത്ഥാനത്തിന്റെ പ്രത്യേകത ഈ കാര്യങ്ങളെ തുറന്നു വെച്ചു എന്നുള്ളതാണ്. നമ്മൾ ജാതി ശരീരങ്ങളായി ഇരിക്കുന്നതിൻ്റെ പരിതോവസ്ഥകളെ നവോത്ഥാനം എന്ന് പറയുന്ന ചരിത്ര സന്ദർഭം നമുക്ക് മുമ്പിൽ അഴിച്ചു വെച്ചു എന്നുള്ളതാണ്. നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ടല്ലോ, മനുഷ്യാണ മനുഷ്യത്വം ജാതർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന എന്ന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ അപ്രകാരം മനുഷ്യാണ മനുഷ്യത്വം ജാതി, അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനമെന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. ഗുരു അരുളി, ഹാ തത്വം വേത്തി കോപിന. ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. മനുഷ്യർക്ക് മനുഷ്യത്വമാണ് പ്രധാനമെന്ന് പറയുന്ന തത്വം ആരും അറിയുന്നില്ല എന്ന് ഗുരു വിലപിച്ചു. കാരുണ്യത്തോടുകൂടി ഗുരു രേഖപ്പെടുത്തി. പക്ഷെ എപ്പോഴും നമ്മുടെ കേരളീയ ക്ഷേത്രങ്ങളിൽ ഗുരു കണ്ട മാതിരി ഈ മനുഷ്യത്വം ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ടി കെ മാധവന്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത് എന്നുള്ളതാണ്. കാരണം ക്ഷേത്ര കേന്ദ്രീകൃതമായ സങ്കല്പങ്ങൾ, അയിത്തം, തൊട്ടുകൂടായ്മ, ഇതൊക്കെ തന്നെ മനുഷ്യന്റെ ആത്മാഭിമാനമുള്ള ശരീരം എന്ന് പറയുന്ന സങ്കല്പത്തെ എതിർക്കുന്നു, അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ടി കെ മാധവന്റെയും നാരായണ ഗുരുസ്വാമികളുടെയും സഹോദരൻ അയ്യപ്പന്റെയും നേതൃത്വത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന സമരങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദേവനെ തൊഴുവാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. മറിച്ച് ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ആത്മാവ് അന്തസ്സുള്ള ശരീരമാണ് എന്നുള്ള പ്രഖ്യാപനമായിരുന്നു യഥാർത്ഥത്തിൽ ക്ഷേത്രപ്രവേശന സമരങ്ങളെല്ലാം. നോക്കൂ, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്ന അവസരത്തിൽ ക്ഷേത്രപ്രവേശന വിളംബര വിമർശനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൃതി കൂടി ഉണ്ടാകുന്നുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബര വിമർശനം. ക്ഷേത്രപ്രവേശനം നടത്തിയത് വലിയ പാപമാണെന്ന് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബര വിമർശനത്തിൽ എഴുതി. യഥാർത്ഥത്തിൽ ക്ഷേത്രപ്രവേശന വിളംബര വിമർശനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇപ്പോഴും അയിത്തവും തൊട്ടുകൂടായ്മയും പൂർണ്ണമായും നീങ്ങിപ്പോയിട്ടില്ല. ടി കെ മാധവൻ വൈക്കം ക്ഷേത്ര സത്യാഗ്രഹം അവസാനിക്കുന്ന വേളയിൽ ടി കെ മാധവൻ പറഞ്ഞു, വൈക്കത്തെ പൊതുവഴികളിൽ നിന്നും അയിത്തവും തൊട്ടുകൂടായ്മയും നീങ്ങിയിട്ടുണ്ടാവാം, പക്ഷേ അത് വൈക്കത്തെ ശ്രീകോവിലിൽ വളരെ സുരക്ഷിതമായിട്ട് അയിത്തത്തിന്റെ ആ ബാധ പൂർണ്ണമായും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ക്ഷേത്ര ശ്രീകോവിലിൽ. ഇപ്പോഴും വൈക്കത്ത് സത്യാഗ്രഹം നടന്ന ആ വൈക്കം ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു ബ്രാഹ്മണൻ തന്നെയാണ് പൂജാരി. എന്തുകൊണ്ടാണ് നമ്മൾ നവോത്ഥാനിച്ച് ഇവിടെ വരെ എത്തിയത്? എന്തുകൊണ്ടാണ് ഈ നവോത്ഥാനത്തിന് നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത്? കാരണം നാരായണ ഗുരുസ്വാമികളെ പറ്റി പിൽക്കാലത്തൊരു ചിന്തകൻ പറഞ്ഞതുപോലെ ആ ഗുരുവിന്റെ ചെറുവിരലിന്റെ വലിപ്പത്തിലെങ്കിലും നമ്മുടെ മനോഭാവം വളർന്നില്ലല്ലോ എന്ന് നമ്മൾ ദുഃഖിക്കണ്ടേ, ലജ്ജിക്കണ്ടേ? യഥാർത്ഥത്തിൽ നോക്കൂ, കേരളത്തില് വലിയ മാറ്റം കൊണ്ടുവന്നതാണ്. കേരളത്തിലെ ദളിതരും ഈഴവരുമായിട്ടുള്ള ആളുകൾ പലരും ക്ഷേത്രത്തിൽ മേൽശാന്തിമാരായിട്ട് നിയമനം കിട്ടി. വളരെ വിപ്ലവാത്മകമായൊരു മാറ്റമാണ്. പക്ഷെ നോക്കൂ, എന്താണ് സംഭവം? വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ആര് തന്നെയാണ് പൂജാരിമാര്? വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ബ്രാഹ്മണര് തന്നെ പൂജാരിമാര്. നല്ല വരുമാനമുള്ള ഒറ്റ അമ്പലത്തിൽ ആരില്ല? ഈഴവരും ദളിതരും ഇല്ല. ഒരു പ്രത്യേകതരം പുറന്തള്ളൽ ഹിംസ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം കേരളം ആർജിച്ച പുരോഗമന നിലപാടുകളെ ഇകഴ്ത്തി കാണിക്കുകയല്ല, അത് വളരെ സവിശേഷമായ രീതിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടും അത്യാദരവോടുകൂടി ബഹുമാനിച്ചുകൊണ്ടുമാണ് നാം നേരിടുന്ന ഈ പ്രതിസന്ധിയെ പറ്റി സൂചിപ്പിക്കുന്നത്. ഈ പ്രതിസന്ധികളെ പറ്റി പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ മന്ത്രവാദിയെ പോലെ സ്ഥാനപ്പെടുത്തപ്പെടും.
ദുർമന്ത്രവാദിനിയെ സ്ഥാനപ്പെടുത്തുന്നത് പോലെ പ്രതിസന്ധികളെ അനാവരണം ആര് ചെയ്യുന്നോ അവരെല്ലാം തന്നെ ദുർമന്ത്രവാദിനികളാണെന്ന് നമ്മൾ പറയും. അങ്ങനല്ല. നവോത്ഥാനത്തിൻ്റെ നൈരന്തര്യം ചർച്ച ചെയ്യുന്നത് തന്നെ നാം ചില പ്രതിസന്ധികൾ നേരിടുന്നുവെന്നും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ കേരള സമൂഹം വലിയ ഊർജമായി ആവാഹിക്കേണ്ടതുണ്ടെന്നും അത് ഒരു വലിയ ഊർജമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നുമാണ് ഈ സെമിനാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അയ്യങ്കാളി സൃഷ്ടിച്ച ഒരു പൊതുമണ്ഡലം, വില്ലുവണ്ടിയിലേറി അയ്യങ്കാളി ഒരു പൊതുമണ്ഡലം സൃഷ്ടിച്ചു. അയ്യങ്കാളി തൻ്റെ സാധുജനങ്ങളുമായി പഞ്ചമിയുമായി വിദ്യാലയത്തിലേക്ക് പ്രവേശനം ചെയ്തു. നമ്മളത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ആ ചരിത്രസ്മരണ, അയ്യങ്കാളി എന്ന് പറയുന്ന ചരിത്രസ്മരണ, അയ്യങ്കാളി എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ നമ്മുടെ സ്മരണകളിൽ ഇരമ്പുന്നുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് അയ്യങ്കാളി സൃഷ്ടിച്ച പൊതുമണ്ഡലം എന്ന ആശയത്തെ നമുക്ക് മുന്നോട്ടെടുക്കാൻ കഴിയാത്തത്? കേരളത്തില് പൊതുപണം ഒഴുകുന്ന ഒരു വലിയ മേഖലയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ കണക്കുകൾ തെളിയിക്കുന്നത് ദളിതരും ആദിവാസികൾ കഠിനമായ പുറന്തള്ളൽ ഹിംസ നേരിടുന്നു എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ എയ്ഡഡ് വിദ്യാഭ്യാസ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ 96% തസ്തികളിലും വരേണ്യജാതി വിഭാഗം നിന്നുള്ളവരാണ്. അയ്യങ്കാളിയുടെ സാധുജനങ്ങളെ നമുക്ക് അവിടെ കാണണമെങ്കിൽ മഷിയിട്ട് നോക്കണം, ആരുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും പോലും ദളിതരും ആദിവാസികളും അധ്യാപക തസ്തികകളിൽ ഭീകരമായ പുറന്തള്ളൽ ഹിംസ നേരിടുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നവോത്ഥാനത്തിൻ്റെ നൈരന്തര്യത്തിന് എവിടെയൊക്കെയോ കോട്ടം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്കത് പരിഹരിക്കാൻ കഴിയാത്തത്? അത് പരിഹരിക്കാൻ കഴിയണം. അത് പരിഹരിക്കാൻ കഴിയുമ്പോഴാണ് അയ്യങ്കാളി മുന്നോട്ട് വെച്ച വില്ലുവണ്ടിയെ നമ്മൾ മുന്നോട്ടെടുക്കുന്നു എന്ന് കരുത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്ക് കഴകക്കാരനായി അന്തസ്സോടുകൂടി ജോലി ചെയ്യുവാൻ കഴിയുമ്പോൾ മാത്രമേ ചാത്തൻ മാസ്റ്ററുടെ സ്മൃതികൾ നമ്മുടെ മനസ്സിൽ എരമ്പുന്നു എന്ന് ആത്മാർത്ഥമായി പറയുവാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെ കഴിയില്ല. ഇല്ലെങ്കിൽ ചാത്തൻ മാസ്റ്റർ കൊണ്ട പ്രഹരമെല്ലാം വെറും പ്രഹരമായിട്ട് മാറിപ്പോ. നമ്മൾ അതിന്റെ ഊർജം സ്വാംശീകരിക്കുന്നില്ല എന്ന് നിർദാക്ഷിണ്യം പറയേണ്ടി വരും. അതുകൊണ്ട് ചാത്തൻ മാസ്റ്ററോട് ഈ കുട്ടംകുളത്ത് സമരം നടത്തിയ അവർണ മനുഷ്യരോട് നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഏതൊരവർണ്ണനും അന്തസ്സായി പരീക്ഷ എഴുതി വിജയിച്ചു വന്ന ഒരു കഴകക്കാരന് ജോലി ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം. അതാരുണ്ടാക്കും? ആ സാഹചര്യം ആര് സൃഷ്ടിക്കും? ആ സാഹചര്യം പുറത്തുനിന്ന് ആരും സൃഷ്ടിക്കില്ല, അത് നമ്മൾ സൃഷ്ടിക്കണം. പക്ഷെ നമുക്ക് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആ മാറ്റങ്ങളിൽ ഒന്ന്, ഈ വിപര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി കിടക്കുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് രാമൻ ഒരു കേന്ദ്ര ബിംബമായി മാറിത്തീരുമ്പോൾ നമ്മൾ ഒരു മതേതര രാമനെ സൃഷ്ടിക്കാനുള്ള പരിപാടിയിലാണ് കേരളത്തിൽ ചിലരെങ്കിലും ഏർപ്പെട്ടത്. മതേതര രാമൻ, മതേതര കൃഷ്ണൻ, മതേതര സീത, ഇങ്ങനത്തെ പരിപാടിയിലാണ് നമ്മൾ ഏർപ്പെട്ടത്. പക്ഷേ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം എന്തായിരുന്നു? ഇത്തരം കാര്യങ്ങളിലെടുത്ത നിലപാട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പന് രാമനോടുള്ള നിലപാട് എന്തായിരുന്നു? നാരായണ ഗുരുസ്വാമികൾ അരുളോടെ, അൻപോടെ, അനുകമ്പയോടെ പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു. കോട്ടയത്ത് SNDP യോഗത്തിന്റെ വിശേഷ യോഗം നടക്കുന്ന അവസരത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കോൺഗ്രസിന്റെ മാത്രം പ്രതിനിധിയായിരുന്നില്ല, ഹിന്ദു മഹാസഭയുടെയും പ്രതിനിധിയായിരുന്ന പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കേരളത്തിൽ വന്ന് ഈഴവരോട് രാമനാമം ജപിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ അന്തസ്സുള്ള ഈഴവരാരും എഴുന്നേറ്റില്ല. ആത്മാഭിമാനമുള്ള സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത്
ദശരഥപുത്രനായ രാമന്റെ കാര്യം തന്നെ അല്ലേ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ദശരഥപുത്രനായ രാമന്റെ കാര്യം തന്നെ അല്ലേ? അല്ലാതെ ജഗദാനന്ദകാരകൻ ഒന്നും അല്ലല്ലോ. സഹോദരൻ അയ്യപ്പൻ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്ന് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പക്ഷെ നമുക്കിപ്പോൾ പേടി, ഇനി അങ്ങനെങ്ങാണം പറഞ്ഞു പോയാൽ 10 വോട്ട് കുറഞ്ഞു പോയാൽ എല്ലാം തകടം മറിഞ്ഞു. സഹോദരൻ അയ്യപ്പനും ഇലക്ഷനിൽ മത്സരിച്ച ആളാണ്, ജയിച്ച ആളാണ്, വിജയിച്ച ആളാണ്. പക്ഷെ സഹോദരൻ അയ്യപ്പനെ സ്ഥാനപ്പെടുത്തുമ്പോൾ സഹോദരൻ അയ്യപ്പൻ പരാജയപ്പെട്ട ആളാണെന്നാണ് നമ്മുടെ ചില പുരോഗമന സിംഹങ്ങൾ പറയുന്നത്. അങ്ങനല്ല, സഹോദരൻ അയ്യപ്പൻ വിജയിച്ച ആളാണ്, സമ്പൂർണമായി വിജയിച്ച ആളാണ്. അദ്ദേഹം എന്തിനൊക്കെ സമരം ചെയ്തോ ആ സമരം ചെയ്തത് മുഴുവൻ തൻ്റെ ജീവിതകാലത്ത് നടത്തിയെടുക്കുവാൻ സഹോദരൻ അയ്യപ്പന് സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ പോത്തേരി കുഞ്ഞമ്പു, സരസ്വതി വിജയം എഴുതിയ പോത്തേരി കുഞ്ഞമ്പു ഒരു കൃതി എഴുതി. ആ കൃതിയുടെ പേര് അധ്യാത്മരാമായണ നിരൂപണം എന്നാണ്. അധ്യാത്മരാമായണ നിരൂപണം കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമൻ എഴുതി. പോത്തേരി കുഞ്ഞമ്പുവിന്റെ അധ്യാത്മരാമായണ നിരൂപണം കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ രാമകഥാ പാഠങ്ങളോട് വിമർശനാത്മകമായൊരു വിമർശന സ്ഥാനം കേരളത്തിന്റെ നവോത്ഥാന സന്ദർഭത്തിൽ സന്നിഹിതമായിരുന്നു. പക്ഷെ അത് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ രാമായണ മാസം എന്ന് പറയുന്ന കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മതേതര രാമായണം വായിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ രാമായണത്തെ, മഹാഭാരതത്തെ, വേദങ്ങളെ എല്ലാം മതേതരമായി വ്യാഖ്യാനിച്ച് വലിയൊരു ചാണകക്കുഴിയിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, വലിയ ചാണകക്കുഴിയിലേക്കാണ്. പക്ഷെ പോത്തേരി കുഞ്ഞമ്പുവും സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുസ്വാമികൾക്കും ഇത്തരം ഒരു നിലപാടല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിലപാടിനെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യമാണ് നവോത്ഥാനത്തിന്റെ നൈരന്തര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ നാം ഉന്നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ ചോദ്യത്തെ നമ്മൾ ചെന്ന് തൊടുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം, നവോത്ഥാനത്തിന്റെ നൈരന്തര്യത്തിൽ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു പ്രശ്നത്തെ കേരളത്തിന്റെ നവോത്ഥാന സന്ദർഭം അതിന്റെ കേന്ദ്ര പ്രമേയമായി കൊണ്ടു നടന്നിരുന്നു, കേന്ദ്ര പ്രമേയമായി പരിഗണിച്ചിരുന്നു. അത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പന്റെ മുദ്രാവാക്യ സഹജമായ ഒരു താക്കോൽ വാക്യമാണ്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, സാമുദായിക പ്രാതിനിധ്യമാണ് എന്റെ ദേശീയവാദം. സാമുദായിക പ്രാതിനിധ്യമില്ലാത്ത ദേശീയവാദം കേവലം ജാതി കുത്തകയായി മാത്രമേ വരികയുള്ളൂ എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെച്ചു. ഇത് നവോത്ഥാനത്തിന്റെ, കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആപ്തവാക്യമായിരുന്നു, പ്രാതിനിധ്യ ദേശീയവാദം. ഇപ്പൊ സംവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവരണം എന്ന് പറഞ്ഞാൽ അത് ദളിതരുടെ ആദിവാസികളുടെ ഒരു വിഷയമാണ് എന്ന നിലയിലേക്ക് അതിനെ ചുരുക്കി. EWS സംവരണം എന്ന് പറയുന്നൊരു സംവരണം ഉണ്ടെന്നുള്ള കാര്യം നമ്മളൊക്കെ മനഃപൂർവ്വം അങ്ങ് മറക്കുകയും സംവരണം ഈസിക്കൽ ടു ദളിതർ എന്ന നിലയിലേക്ക് നമ്മൾ മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനല്ല, ഇന്ന് എല്ലാവർക്കും സംവരണമായി. സവർണർക്ക് 10% അധികവും സംവരണമുണ്ട്. സവർണ സംവരണം എന്ന പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, കേരളത്തിന്റെ നവോത്ഥാന സന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പ്രാതിനിധ്യമായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ 1ാം വട്ടമേശ സമ്മേളനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് റെപ്രസെന്റേഷൻ ഫോർ ഓൾ ക്ലാസസ്, എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു ജനസഭയുണ്ടാകണം, സർക്കാർ രൂപമുണ്ടാകണം. ഒരു സ്ഥാപനമുണ്ടെങ്കിൽ പുറന്തള്ളപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ളതായിരിക്കണം ആ വ്യവസ്ഥാക്രമം എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. റെപ്രസെന്റേഷനാണ്, പ്രാതിനിധ്യമാണ്, എല്ലാ രംഗത്തും വേണം. പ്രാതിനിധ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാതിനിധ്യമില്ലെങ്കിൽ സവർണ ഒളിഗാർക്കി ശക്തമാവും. സവർണ ഒളിഗാർക്കിയാണ് ഹിന്ദുത്വത്തിന്റെ അടിവേര് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സവർണ ഒളിഗാർക്കിയിലാണ് ഹിന്ദുത്വത്തിന്റെ അടിവേര് കിടക്കുന്നത്.
എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു സർക്കാർ രൂപമുണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെട്ട ജനസമുദായങ്ങളുടെ ശബ്ദം ആ സർക്കാർ രൂപത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും. പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദം അവിടെ മുഖരിതമാകുമ്പോൾ അവരുടെ അവകാശങ്ങൾ സ്ഥാപിതമാകുന്ന ഒരു ജനസമുദായം സൃഷ്ടിക്കപ്പെടും. അത്തരം ഒരു ജനസമുദായത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് സഹോദരൻ അയ്യപ്പൻ പ്രാതിനിധ്യ ദേശീയവാദം ഉയർത്തിപ്പിടിച്ചത്. ഇത് കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു മുഖ്യ ചാലക ശക്തിയായി, മുഖ്യ ആശയമായിട്ട് ഇത് ഉയർന്നു നിന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഈ സൂക്ഷ്മ രൂപത്തിൽ ഈ കാര്യങ്ങൾ പോയിന്റുകൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര പ്രശ്നം, മറ്റൊരു ഭീകര പ്രശ്നം, അത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഭീകര പ്രശ്നം. ആ ഭീകര പ്രശ്നത്തിനെതിരെ എന്തായിരുന്നു കേരളത്തിന്റെ നവോത്ഥാന ചരിത്ര സന്ദർഭം? അത്തരം കാര്യങ്ങളോട് എന്താണ് പ്രതികരിച്ചത്? നാരായണ ഗുരുസ്വാമികൾ ഒരിക്കൽ കടക്കാവൂരിലൂടെ നടന്നു പോവുകയായിരുന്നു. ഒരു മുസ്ലിം വനിത ഗുരുസ്വാമികളെ കണ്ടുകൊണ്ട് വീടിന് വെളിയിലേക്ക് വന്നു. വീടിന് വെളിയിലേക്ക് വന്നപ്പോൾ ഗുരുസ്വാമികൾ അവരോട് കുശലപ്രശ്നം നടത്തി. ശേഷം ഗുരുസ്വാമികൾ ആ വീട് വിട്ടിറങ്ങുമ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളോട് സൂചിപ്പിച്ചത്, നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ, അവർക്ക് വേണ്ടത് നൽകണം. നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ, അവർക്ക് വേണ്ടത് നൽകണം. പക്ഷെ ഇന്നെന്താണ്? നാരായണ ഗുരുസ്വാമി പുട്ടും മീൻകറിയും കഴിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കഴിയില്ല. നാരായണ ഗുരുസ്വാമി സാമ്പാറും അവിയലുമോ കഴിച്ചത്, അത് മാത്രമേ അദ്ദേഹം കഴിച്ചിട്ടുള്ളൂ. ദിവസം ഉച്ചയ്ക്ക് വെണ്ടയ്ക്കത്തോരനായിരുന്നു എന്ന നിലയിലേക്ക് നമ്മുടെ ചർച്ച മാറിപ്പോയി. സമ്പൂർണ്ണ വെജിറ്റേറിയനിസം ആയിരുന്നു ആർഷഭാരത സംസ്കാരം എന്ന നിലയിലേക്ക് നമ്മുടെ ചർച്ച വഴിമാറിപ്പോയിരിക്കുകയാണ്. സഹോദരൻ അയ്യപ്പൻ ഗുരുവിനെ സന്ദർശിക്കാനായി ശിവഗിരിയിലെത്തുമ്പോൾ സഹോദരൻ അയ്യപ്പൻ മീൻകറി കൂട്ടിയ ചോറുണ്ണുമായിരുന്നുള്ളൂ. സഹോദരൻ അയ്യപ്പന് വേണ്ടി സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ ശിവഗിരിക്ക് താഴെയുള്ള ഹോട്ടലിൽ മുൻകൂട്ടി പൈസ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇങ്ങനൊരു നാരായണ ഗുരു കൂടിയുണ്ട്. ശിവഗിരിയിൽ ഒരു മുസ്ലിം ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് തനിക്ക് യാതൊരു മടിയുമില്ല എന്ന് ഗുരു പ്രഖ്യാപിച്ചു. കരുണാവാൻ വിമുക്തിരത്നമെന്ന് ഗുരുസ്വാമികൾ എഴുതി. സ്നേഹത്തിന്റെ സാരമാകുന്നു ക്രിസ്തുമതം, അല്ലെങ്കിൽ ക്രിസ്തുമതത്തിന്റെ സാരമാണ് സ്നേഹമെന്നും ഇസ്ലാം മതത്തിന്റെ സാരം സാഹോദര്യമാണ് എന്നും ഗുരു എഴുതി. 1925 മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ ഇങ്ങനെ വ്യക്തമാക്കി. RSS രൂപീകരിച്ചതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഗുരുസ്വാമികൾ ഇങ്ങനെ CV കുഞ്ഞിരാമനോട് പറഞ്ഞത് എന്നുള്ളത് അതിന്റെ ചരിത്ര പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ഗുരു അതിനെ കണ്ടത്. ഇത്തരമൊരു ചരിത്ര സന്ദർഭം കേരളത്തിന്റെ നവോത്ഥാന ഹിസ്റ്ററിയിലുണ്ടായിരുന്നു, നവോത്ഥാന ചരിത്രത്തിലുണ്ടായിരുന്നു. എല്ലാവരും ആത്മസഹോദരരെന്നല്ലോ, അങ്ങനെയാണ് ഓർക്കേണ്ടത് എന്ന് ഗുരുസ്വാമികൾ ആത്മോപദേശത്തിൽ കുറിച്ചു വെച്ചു. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലി ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രമാകും എന്ന് പറഞ്ഞതിലൂടെ മനുഷ്യരെ അപരരാക്കുന്ന എല്ലാ തരത്തിലുള്ള ഹിംസകളിൽ നിന്നും ഗുരു ആത്മസാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിലൂടെ ഗുരു മനുഷ്യർക്കിടയിലുള്ള വിഭജനങ്ങളെ ഇല്ലാതാക്കി. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ ഇസ്ലാമോഫോബിയ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ളൊരു നിലപാട് തറയായിരുന്നു നവോത്ഥാനത്തിന്റെ വിപ്ലവാത്മകമായ തേജസ്സായ നാരായണ ഗുരുസ്വാമികൾ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് മഹാരാഷ്ട്രയിൽ ഹിന്ദുത്വവാദികളുടെ ശക്തമായ ആക്രമണം നിമിത്തം പൂനെയിൽ നിന്നും ഒരു കൂട്ടം മുസ്ലിങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്ന വാർത്ത ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഒരു കൂട്ടം മുസ്ലിങ്ങൾക്ക് പൂനെയിൽ നിന്നും പലായനം ചെയ്യപ്പെടേണ്ട സാഹചര്യം.
മുസ്ലിങ്ങളെ ശത്രുവായി കാണുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വേര് കിടക്കുന്നത് ഇതിഹാസ പുരാണ പാഠങ്ങളിലാണ്. അതിന്റെ വേര് കിടക്കുന്നത്. മധ്യകാലത്ത് രചിക്കപ്പെട്ട രാജാനക ജയാനകന്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന കാവ്യത്തിൽ പറയുന്നത്, പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് അവതരിക്കുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനാണെന്നാണ് രാജാനക ജയാനകന്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട കാവ്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഗംഗാദേവിയുടെ മധുരാവിജയം എന്ന് പറയുന്ന സംസ്കൃത കാവ്യം, മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട സംസ്കൃത കാവ്യത്തിൽ കമ്പർ എന്ന് പറയുന്ന രാജാവ് മുസ്ലിങ്ങളെ കൊല്ലുവാൻ, സുൽത്താൻമാരെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് അവതരിച്ചത് എന്ന് ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ പറയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ രചിച്ച ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന സംസ്കൃത കാവ്യം, കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് സ്ഥാപിച്ച സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി, സംസ്കൃതത്തിൽ തന്നെ ചരിത്രം പഠിക്കുവാൻ വേണ്ടി AR രാജരാജവർമ്മ എഴുതിയ ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രമാണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ആംഗല സാമ്രാജ്യം. ഈ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് എന്താണ്? മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് AR രാജരാജവർമ്മ ആംഗല സാമ്രാജ്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായിരുന്നു നാരായണ ഗുരുവിന്റെ ഇക്കാര്യത്തിലെ നിലപാട്? എന്തായിരുന്നു സഹോദരൻ അയ്യപ്പന്റെ ഇക്കാര്യത്തിലെ നിലപാട്? നാരായണ ഗുരുസ്വാമികൾ ആത്മസാഹോദര്യത്തിന്റെ വിശാലമായ വാതായനങ്ങൾ തുറക്കുമ്പോൾ AR രാജരാജവർമ്മ മുസ്ലിങ്ങളെ അശുദ്ധരായി സ്ഥാനപ്പെടുത്തുന്ന ഒരു അടഞ്ഞ കവാടം, വോട്ട് ബന്ദി എന്നൊക്കെ ഇപ്പൊ പറയുന്നത് പോലെ ഒരു ബന്ധനം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മനുഷ്യരെ അശുദ്ധരായി, ശത്രുക്കളായി സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം സൃഷ്ടിക്കുകയാണ്. അതിനെതിരെയാണ് നാരായണ ഗുരുസ്വാമികൾ ആത്മസാഹോദര്യം എന്ന് പറയുന്ന ആശയത്തെ തുറന്നിട്ടത്. നമ്മൾ വിചാരിക്കും ഈ ആത്മസാഹോദര്യം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ആശയമാണെന്ന്. അല്ല. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, സാഹോദര്യത്തിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സാഹോദര്യത്തിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് നാരായണ ഗുരുസ്വാമികൾ രേഖപ്പെടുത്തി. സാഹോദര്യത്തിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ BR അംബേദ്കർ എഴുതി. ജാതിക്കുമ്മിയിൽ പണ്ഡിറ്റ് കറുപ്പൻ ഈ ആത്മസാഹോദര്യത്തിനായി സാഹോദര്യത്തിന്റെ ഒരു കുമ്മി സൃഷ്ടിച്ചു. പക്ഷേ ഈ പണ്ഡിറ്റ് കറുപ്പന്റെ ചിത്രം എന്തുകൊണ്ടാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാന ഹാളിൽ പണ്ഡിറ്റ് കറുപ്പന്റെ ചിത്രം ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്കൊരു സ്മൃതി വിഭ്രമം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടൻകുളം സമരത്തെ ആദരപൂർവ്വം ഓർമ്മിക്കുന്ന രീതിയിൽ ഒരു സ്മാരകം ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ്? അവർണറുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമായതുകൊണ്ടാണോ അത്തരമൊരു സ്മാരകം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത്? നമ്മൾ ആന്തരികമായി പരിശോധിക്കേണ്ട വിഷയമാണ്, വളരെ ശക്തമായി പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ചരിത്ര പണ്ഡിതയായ റൊമില താപ്പർ ദി പാസ്റ്റ് ആസ് പ്രസന്റ് എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. സാംസ്കാരിക സ്മരണകളുടെ ഉന്മൂലനം സാധ്യമാകുന്നത് ഭൗതികമായ ചരിത്ര സ്മരണകളെ തമസ്കരിച്ചുകൊണ്ടോ ഉന്മൂലനം ചെയ്തുകൊണ്ടോ ആണ് എന്ന് ചരിത്ര പണ്ഡിതയായ റൊമില താപ്പർ ദി പാസ്റ്റ് ആസ് പ്രസന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നു. നമുക്കൊരാളുടെ ചരിത്രത്തെ തമസ്കരിക്കണമെങ്കിൽ ആ ചരിത്രം തന്നെ രേഖപ്പെടുത്താതിരുന്നാൽ മതി. ആ ചരിത്രം അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്താതിരിക്കുന്നതിലൂടെ ആ ചരിത്രത്തെ അവഗണനയുടെ അഗണ്യകോടതിയിൽ തള്ളുവാനും മറവിയിൽ തള്ളുവാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ കുട്ടൻകുളത്ത് നടന്ന സമരം എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ഞങ്ങളെല്ലാവരും ആത്മാഭിമാനമുള്ള മനുഷ്യരായിരുന്നു എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇരിങ്ങാലക്കുടയിൽ നടന്നത്. അതുകൊണ്ട് ഞാനിവിടെ അപേക്ഷിക്കുന്നത് CPIക്ക് തീർച്ചയായിട്ടും, തൃശ്ശൂരിലെ CPIക്ക് തീർച്ചയായിട്ടും കഴിയും ഇരിങ്ങാലക്കുടയിലെ ഈ കുട്ടൻകുള സമരത്തിന് ഉചിതമായ ഒരു സ്മാരകം തീർക്കുവാൻ.
അതുകൊണ്ട് ആദരണീയരായ ഇവിടുത്തെ സഖാക്കൾ അതിനുവേണ്ടിയുള്ള പ്രയത്നം തീർച്ചയായും നടത്തുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. അങ്ങനെ നമുക്ക് ഈ അവർണ ജനകോടികളുടെ സ്മരണയെ നമുക്ക് നിലനിർത്തുവാനും ഉറപ്പിച്ചെടുക്കുവാനും അതുവഴി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ സൃഷ്ടിച്ചെടുത്തത് കേവലം ഒരു സുപ്രഭാതത്തിലല്ല ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത്. തുടർച്ചയായ പോരാട്ടങ്ങളുടെ അനന്തരഫലമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ മഹാവിഹായസ് നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടത്. മഹാത്മാ ഫൂലെ നടത്തുന്നവയെ വലിയ പോരാട്ടങ്ങൾ. ഒരിക്കൽ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്ന് ഓണക്കാലത്തോടനുബന്ധിച്ച് കേരളീയരോട് പറഞ്ഞത് ഓണം എന്ന് പറയുന്നത് വാമന ജയന്തിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ നമ്മളോട് എന്താണ് പറഞ്ഞത്? വാമനാദർശം വെടിഞ്ഞിടേണം, മാബലി വാഴ്ച വരുത്തിടേണം എന്നാണ് പറഞ്ഞത്. വാമനാദർശം വെടിഞ്ഞിടേണം, മാബലി വാഴ്ച വരുത്തിടേണം. അല്ലാതെ വാമനന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വാഴക്കൊല സമർപ്പിക്കാനല്ല സഹോദരൻ അയ്യപ്പൻ നമ്മളെ പഠിപ്പിച്ചത്. വാമനാദർശം ഉപേക്ഷിക്കുവാനും മാബലിയുടെ വാഴ്ച വരുത്തുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു വിഹായസ് സൃഷ്ടിക്കാനാണ് സഹോദരൻ അയ്യപ്പൻ നമ്മളോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. ആ ചരിത്ര സ്മരണയാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത്. അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ നൈരന്തര്യം എന്ന് പറയുന്നത് എന്താണ്? നവോത്ഥാനത്തിന്റെ നൈരന്തര്യം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അത് കേരളീയ സമൂഹത്തിൽ, വർത്തമാനകാല കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ജാതിഹിംസകളെ നമുക്ക് പരിപൂർണമായി കുടഞ്ഞു കളയണമെങ്കിൽ നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും പണ്ഡിറ്റ് കറുപ്പനും പൊയ്കയിൽ അപ്പച്ചനും മഹാത്മാ അയ്യങ്കാളിയും ഉയർത്തിപ്പിടിച്ച ജാതിക്കെതിരായ സമത്വത്തിന്റെ കാഹളം മുഴക്കുവാൻ ധൈര്യമുള്ളവരായി, ആത്മാഭിമാനമുള്ളവരായി നമ്മൾ മാറിത്തീരണം. ആ ഒരു മുദ്രാവാക്യത്തെ നമ്മൾ ഏറ്റെടുക്കണം. പണ്ടൊരു കവി പാടിയല്ലോ, എവിടെയാണോ ചങ്ങല പുറത്തു വീഴുന്നത് അവിടെ നമ്മുടെ കൈകൾ ഉയരുമെന്നാണ് കവി പാടിയത്. പക്ഷേ ഇരിങ്ങാലക്കുടയിൽ ഒരു പാവപ്പെട്ട ഈഴവൻ കഴകക്കാരനാകുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ കഴകക്കാരനായ ഈഴവന്റെ പുറത്ത് വീണത് അയിത്തത്തിന്റെയും അടിമത്തത്തിന്റെയും ചങ്ങലയാണെന്ന് തിരിച്ചറിയുന്നതിന് നമുക്കെന്താണ് തടസ്സം? അതൊരു തടസ്സമാണെന്ന് തിരിച്ചറിയുകയും തിരിച്ചറിവിന്റെ പുതിയ വിഹായസിലേക്ക് നമ്മൾ നടന്നെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. നാട്യശാസ്ത്രത്തിന് വ്യാഖ്യാനം രചിക്കുന്ന സന്ദർഭത്തിൽ സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനും പണ്ഡിതനുമായ അഭിനവഗുപ്ത പാദാചാര്യർ പറയുന്നത്, ഞാനിവിടെ ഈ ശങ്കുകനെയും ഒക്കെ വിമർശിച്ചത് നിങ്ങൾ വിചാരിക്കും ഇവരെയൊക്കെ അങ്ങ് ആക്ഷേപിച്ച് പുറന്തള്ളാൻ വേണ്ടിയാണ്. അല്ല, ഞാൻ പരിഷ്കരിക്കാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ആളുകളെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന അഭിനവഗുപ്തൻ നാട്യശാസ്ത്രത്തിന്റെ അഭിനവ ഭാരതി എന്ന് പറയുന്ന വ്യാഖ്യാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഞാനിതിവിടെ പറഞ്ഞത് എന്ന് വ്യക്തമാണ്. ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, മറിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം കൂടുതൽ പരിഷ്കരിക്കപ്പെടണമെന്നുള്ള ആ ഒരു തീവ്രമായ ഉത്കടമായ ആഗ്രഹം കൊണ്ടാണ് ഇതിവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കേരളീയ സമൂഹം 3 തത്വവാക്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, ജാതിക്കെതിരായ ഹിംസാത്മകമായ അസമത്വത്തിനെതിരായ ചിന്താ പദ്ധതികളെ, ആശയാവലികളെ, ജീവിത സംസ്കാരത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന്. 2, കേരള നവോത്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രമേയമായി വികസിച്ചു വന്ന ശാസ്ത്ര ചിന്താഗതി, അതിന്റെ പതാകവാഹകൻ സഹോദരൻ അയ്യപ്പനായിരുന്നു. ആ ശാസ്ത്ര ചിന്താഗതിയെ, സായൻസിക ചിന്താഗതിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നവോത്ഥാനത്തിന്റെ നൈരന്തര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ കർക്കിടക മാസം വരുമ്പോൾ രാമായണത്തെ പറ്റി, രാമായണം വിപ്ലവമായിരുന്നു പ്രസംഗിക്കുന്ന അല്ല. സഹോദരൻ അയ്യപ്പനെ മുൻനിർത്തി അയ്യപ്പൻ പറയുന്നുണ്ട്, എന്താണ് സായൻസിക ചിന്താഗതി? നിരീക്ഷണവും യുക്ത്യധിഷ്ഠിതമായ ചിന്തനവും. നിരീക്ഷണവും യുക്ത്യധിഷ്ഠിതമായ ചിന്തനവും. നമ്മുടേതുപോലെ വികസിച്ച് വരാത്ത, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലാണ് സഹോദരൻ അയ്യപ്പൻ ഇത്തരം ചില വാക്കുകൾ പറയുന്നത്. അന്ന് അദ്ദേഹത്തിന് അത് പറയാമെങ്കിൽ, അത് പ്രവർത്തിച്ച് കാണിക്കാമെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് ദൂരങ്ങൾ മുന്നേറാൻ കഴിയും എന്നുള്ളതാണ്.
അത് സാധിക്കുന്നതിന് വേണ്ടി ഈ ശാസ്ത്രീയ ചിന്താഗതിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. അയ്യങ്കാളി എന്തിനു വേണ്ടിയാണ് പോരാടിയത്? അയ്യങ്കാളി പഞ്ചമിയെയും കൊണ്ട് വിദ്യാലയത്തിൽ പ്രവേശിച്ചത് കേവലം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ള പ്രവേശനമായിരുന്നില്ല. അയ്യങ്കാളിയുടെ പഞ്ചമിയുമായിട്ടുള്ള വിദ്യാലയ പ്രവേശം പ്രാതിനിധ്യത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ കുട്ടികൾക്കും ഇവിടെ പ്രാതിനിധ്യം വേണമെന്നുള്ളതാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി അത്തരമൊരു പ്രവേശനത്തിലൂടെ കേരള സമൂഹത്തിന് നൽകിയ സന്ദേശം. അതുകൊണ്ട് നവോത്ഥാനത്തിന് നൈരന്തര്യത്തെ പറ്റി ചർച്ച ചെയ്യുന്ന നമുക്ക് 3 ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാമൂഹികമായ മര്യാദയുണ്ട്, സാമൂഹികമായ ധാർമ്മികതയുണ്ട്. ഈ 3 ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ. ഒന്ന്, ജാതിക്കെതിരായ, അസമത്വങ്ങൾക്കെതിരായ കർക്കശമായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കേരളീയ സമൂഹത്തിന് കഴിയണം. ശാസ്ത്ര ചിന്താഗതി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. 3, പ്രാതിനിധ്യം എന്ന് പറയുന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണം. ഇത് 3 കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട 3 പ്രമേയങ്ങൾ. ആ പ്രധാനപ്പെട്ട 3 പ്രമേയങ്ങളുടെ കാതൽ ഇത് 3 കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആരെയും അപരരാക്കാത്ത, എല്ലാ മനുഷ്യരോടും ആത്മസാഹോദര്യമുള്ള ഒരു സമൂഹ സൃഷ്ടി സാധ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം ഒരു പ്രമേയം, ഒരു വിഷയത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത്തരമൊരു സമൂഹത്തിൽ എന്തില്ല? ആരോടും ശത്രുതയില്ല, ഇസ്ലാമോഫോബിയ ഇല്ല, ആരോടും ശത്രുതയില്ലാത്ത ഒരു സമൂഹ സൃഷ്ടിയെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന സന്ദർഭം സൃഷ്ടിച്ചെടുത്തത്. ആ കേരളീയ നവോത്ഥാന സന്ദർഭത്തെ, നവോത്ഥാന ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഹിന്ദുത്വം ഭീകരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കുന്നുണ്ട്. അതിലൊന്ന്, രാമായണ മഹാഭാരത പേരുകളിൽ സീരിയലുകളായി, പാരായണങ്ങളായി കേരളീയ സമൂഹത്തിൽ വലിയ രീതിയിൽ ഈ ബ്രാഹ്മണ്യം ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നു, ശക്തമായ രീതിയിൽ പിടിമുറുക്കിയിട്ടുണ്ട്. പ്രൊഫസർ മീരാനന്ദ കമ്പോള ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന ഇതിനെയാണ്. കമ്പോള ഹിന്ദുത്വം എന്ന ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് കമ്പോളത്തിലൂടെ ഹിന്ദുത്വം സാധാരണക്കാരായ എല്ലാ മനുഷ്യരെയും ഹിംസാത്മകമായി പിടിമുറുക്കുന്നത്? ഫോട്ടോകളായി. ഇപ്പൊ ഏറ്റവും പുതിയ വിവാദം ഭാരതാംബയാണല്ലോ. എങ്ങനെയാണ് ഭാരതാംബ എന്ന് പറയുന്ന വിവാദത്തിലൂടെ കേരളീയ സമൂഹത്തിനുള്ളിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കാൻ ഹിന്ദുത്വം ശ്രമിക്കുന്നത്? കേരളത്തിലെ ദളിതർക്കും ആദിവാസികൾക്കും ബഹുജനങ്ങൾക്കും ഒരു ഭാരതാംബ ഉണ്ടായിരുന്നില്ല കേട്ടോ, മറന്നു പോകരുത്. ദളിതരും ആദിവാസികളും കേരളത്തിലെ ഈഴവരും ദുഃഖവും ദുരിതവും അയിത്തവും തൊട്ടുകൂടായും അനുഭവിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ ഒരു ഭാരതാംബ ഉണ്ടായിരുന്നില്ല. അവരെ രക്ഷിക്കാൻ നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ BR അംബേദ്കറും പുരോഗമന പ്രസ്ഥാനങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഭാരതാംബയുടെ ചിത്രവുമായി വരുന്നവരെ നമ്മൾ ഈ ചരിത്രം ഓർമ്മിപ്പിക്കണം. നിങ്ങളുടെ ഭാരതാംബയല്ല ഞങ്ങളുടെ ഭാരതാംബ. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ അത് ഈ പറയുന്ന കാവിക്കൊടിക്ക് വേണ്ടി ചുവന്ന പട്ടുസാരി ഉടുത്തു വന്ന അമ്മയല്ല. കാരണം ഇവിടുത്തെ ദളിതർക്കോ ആദിവാസികൾക്കോ ഇങ്ങനൊരു സാരി ചുറ്റാനുള്ള യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. ദളിതരുടെ ആദിവാസികളുടെ ദൈവങ്ങളൊന്നും ചുവന്ന പട്ടുസാരി ഉടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ചരിത്രം ഒന്നും മറന്നു പോകരുത്. ഭാരതാംബ എന്ന് പറയുന്ന ഇപ്പോൾ പ്രചരിക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം തന്നെ ആധുനിക ഇന്ത്യയുടെ ഭൂപരിസ്ഥിതിയെയും ഭൂചരിത്രത്തെയും വെല്ലുവിളിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതാണ്. നോക്കൂ, ശ്രീലങ്ക എങ്ങനെ ഈ ഭാരതാംബയുടെ ഭാഗമായി? ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ ഇതൊക്കെ ഈ പുതിയ ചിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുക. അഫ്ഗാനിസ്ഥാൻ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ശ്രീലങ്ക ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി ഭാഗവത പുരാണത്തിൽ പറയുന്ന സന്ദർഭത്തിൽ പറയുന്നത്, ഭാരതം എന്ന് പറയുന്നത് വർണ്ണാശ്രമാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സങ്കല്പ ദേശമാണെന്നാണ് ഭാഗവത പുരാണത്തിൽ ഭാരതവർഷം എന്ന് പറയുന്ന സങ്കല്പം അവതരിപ്പിക്കുമ്പോൾ ഭാഗവത പുരാണത്തിൽ പറയുന്നത്. ഭരതൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ഈ ഭാരതം അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. ആരാണ് ഭരതൻ? ദിലീപന്റെ മകനാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഫ്യൂഡൽ നാടുവാഴി പാരമ്പര്യത്തെ ജനസമുദായങ്ങൾക്ക് മുകളിൽ ഒരു മേൽക്കോയ്മയായി ഈ ഫ്യൂഡൽ നാടുവാഴി ബിംബത്തെ ഉപയോഗിക്കുന്ന ഭരതൻ.
ഈ രാജ്യത്തെ സൃഷ്ടിച്ചത് ഭരതനോ ലക്ഷ്മണനോ ഒന്നുമല്ല, നമ്മൾ മറന്നു പോകരുത്. ഈ രാജ്യത്തെ സൃഷ്ടിച്ചത് ഇന്ത്യയിലെ കേരളത്തിലെ ജനകോടികൾ വലിയ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടാ, ആഭ്യന്തര ബ്രാഹ്മണ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടാണ്. പുറത്തുള്ള കൊളോണിയലിസത്തിന് നേർക്ക് മാത്രമല്ല, ആഭ്യന്തര കൊളോണിയലിസത്തിനെതിരെ കർക്കശമായ സമരം ചെയ്തിട്ട് കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രത്തെ നമ്മൾ സൃഷ്ടിച്ചെടുത്തത്. ആ ആധുനിക ദേശരാഷ്ട്രത്തിൽ ഈ ഫ്യൂഡൽ നാടുവാഴി പാരമ്പര്യത്തിന്റെ പ്രതീകമായ ഭാരതാംബയ്ക്ക് എന്ത് കാര്യം? നോക്കൂ, ഇങ്ങനൊരു ഭാരതാംബയുടെ ചരിത്രം ചിരപുരാതനമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പുരാണങ്ങളിൽ ഭാരതാംബ ഇല്ലാത്തത്? ആരാധനകളുടെ അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യം വിശദീകരിക്കുന്ന തന്ത്രഗ്രന്ഥങ്ങൾ എന്തുകൊണ്ടാണ് ഭാരതാംബ ഇല്ലാത്തത്? അപ്പോൾ പ്രാചീനമായ ഗ്രന്ഥങ്ങളില്, മഹാഭാരതത്തിലോ രാമായണത്തിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ തന്ത്രഗ്രന്ഥങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ ഒന്നും നമുക്ക് ഭാരതാംബയെ കാണാൻ സാധ്യമല്ല. ഭാരതാംബയെ വളരെ അടുത്ത കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ഹിന്ദുത്വം സൃഷ്ടിച്ചെടുത്തതാണ് ഈ ഭാരതാംബയെ. അതുകൊണ്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ ഉൾപ്പെടുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ടിൽ ഈ ദുർഗയെ അടയാളപ്പെടുത്തുമ്പോൾ ആയുധം ധരിച്ചിരിക്കുന്ന ദുർഗയായി ഭാരതാംബയെ അടയാളപ്പെടുത്തുന്നത്. ആ നോവലിൽ ഒരു വാക്യമുണ്ട്, കൊല്ലു കൊല്ലു മുസ്ലിങ്ങളെ കൊല്ലു, നമുക്ക് രാധാമാധവിന്റെ ക്ഷേത്രം പണിയാമെന്നാ പറയുന്നത്. കൊല്ലു കൊല്ലു മുസ്ലിങ്ങളെ കൊല്ലു, നമുക്ക് രാധാമാധവിന്റെ ക്ഷേത്രം പണിയാം എന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ പറയുന്നത്. അപ്പോൾ ഈ ഭാരതാംബ ആർക്കെതിരെയാണ്? ഈ ഭാരതാംബ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഭാരതാംബയല്ല, എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒന്നല്ല. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗാന്ധി ഗ്രാമങ്ങളെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഗ്രാമങ്ങൾ ജാതി വ്യവസ്ഥയുടെ ചെളിക്കുണ്ടുകളാണെന്നാണ്. ഗ്രാമങ്ങൾ ജാതി വ്യവസ്ഥയുടെ ചെളിക്കുണ്ടുകളാണ്. നമ്മുടെ ഗ്രാമക്ഷേത്രങ്ങളിൽ പോയാൽ എത്രമാത്രം ചെളിക്കുണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അയിത്തവും തൊട്ടുകൂടായ്മയും കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദളിതരെ ആദിവാസികളെ അധ്യാപകരാക്കാതെ പുറന്തള്ളൽ ഹിംസ തുടരുന്നു. സംവരണ അട്ടിമറികളിലൂടെ പുരോഗമനാത്മകമായി മുന്നോട്ട് പോകുന്നെന്ന് അവകാശപ്പെടുന്ന കേരളീയ സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള സംവരണ അട്ടിമറികൾ നമ്മുടെ സർവകലാശാലകളെ പോലും പിടിമുറുക്കിയിരിക്കുന്നു. ഇതൊരു വഴിക്ക് നടക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് സർവകലാശാലകളെ ഹിന്ദുത്വം അതിൻ്റെ കലാപശാലകളാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. ഇതെല്ലാം പരിഗണിക്കാതെ പോകരുത്. ഒരു കാര്യം മാത്രമല്ല, ഇത് രണ്ടും കൂടെ പറയണമല്ലോ. പൊയ്യയിൽ അപ്പച്ചൻ കണ്ട സ്വപ്നം, ഗാന്ധി മനോഹരമായ ഗ്രാമത്തെ പറ്റി സ്വപ്നം കണ്ടപ്പോൾ പൊയ്യയിൽ അപ്പച്ചൻ മനോഹരമായ പട്ടണത്തെ പറ്റിയാണ് സ്വപ്നം കണ്ടത്. ഇതാണ് കേരള നവോത്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രത്യേകത. കേരള നവോത്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രത്യേകത, നമ്മൾ ഗ്രാമസ്വരാജ് അല്ല സ്വപ്നം കണ്ടത്. പൊയ്യയിൽ അപ്പച്ചൻ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, നമുക്കാനന്ദമായൊന്ന് വാഴേണമേ, അക്ഷീണ പരിശ്രമം കൊണ്ട് നമുക്കൊരു കെട്ടിടം കെട്ടി ഉണ്ടാക്കണമെന്നും നമുക്കവിടെ ആനന്ദമായി ഒന്ന് വാഴണമെന്ന് പറയുന്ന ആധുനികമായ കെട്ടിടം എന്ന് പറയുന്ന സങ്കല്പത്തെ പൊയ്കയിലപ്പച്ചൻ ഭാവന ചെയ്തു. ഗാന്ധിയുടെ ആ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പത്തെ അല്ല പൊയ്കയിലപ്പച്ചന്റെ നേതൃത്വത്തിൽ സ്വപ്നം കണ്ടത്. കാരണം ഗ്രാമത്തിൽ എല്ലാ മനുഷ്യരും തുല്യരല്ല, പക്ഷെ പട്ടണത്തിൽ എല്ലാവരും തുല്യരാണ് എന്ന് ചാമറായ രവിദാസിനെ പോലെ, 16-ാം നൂറ്റാണ്ടിലെ ചാമറായ രവിദാസിനെ പോലെ പൊയ്കയിൽ അപ്പച്ചനും കണ്ടതെന്താണ്? പട്ടണം എല്ലാ മനുഷ്യരുടെയും തുല്യമായ ഇടങ്ങളായിരിക്കുമെന്ന് ഭാവന ചെയ്യുകയും വലിയ വലിയ കെട്ടിടങ്ങൾ, സമത്വത്തിന്റെ കെട്ടിടങ്ങൾ തീർക്കണമെന്ന് പൊയ്കയിൽ അപ്പച്ചൻ സ്വപ്നം കാണുകയും ചെയ്തു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്ര സന്ദർഭവുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദനെ അതുമായി വിളക്കി ചേർക്കാനുള്ള സ്ഥിരം ഒരു പരിപാടി. എന്താണ് വിവേകാനന്ദൻ ചെയ്തത്? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത്രമേൽ നവോത്ഥാനാത്മകമാണോ വിവേകാനന്ദന്റെ നിലപാടുകൾ? അല്ല. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കലാപം
ഹിന്ദുത്വ ശക്തികൾ ആവിഷ്കരിക്കുന്ന സമയത്ത് അവരുടെ ബിൽ ബോർഡുകളിലും പ്ലക്കാർഡുകളിലും ഉണ്ടായിരുന്നത് വിവേകാനന്ദന്റെ വാക്കുകളായിരുന്നു. ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല, ഒരു ശത്രുവും കൂടിയാണ് എന്ന് പറഞ്ഞ വിവേകാനന്ദന്റെ വാക്കുകളാണ് ഹിന്ദുത്വ ശക്തികൾ 90കളിലും 2000-ലും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ കലാപങ്ങൾ ഉയർത്തിവിട്ടപ്പോൾ ഉപയോഗിച്ചത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ജാതി വ്യവസ്ഥ ദൈവം മനുഷ്യർക്ക് നൽകിയ മഹത്തായ സ്ഥാപനമാണെന്ന് പറഞ്ഞ ആളാണ് സ്വാമി വിവേകാനന്ദൻ. വളരെ ഒരു 2 മണിക്കൂർ സംഭാഷണം നടത്തേണ്ട വിഷയമാണ്. പക്ഷെ അത് ഒരു കേവലം 2 വാക്കുകളിൽ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവുമായി ആ നിലയ്ക്ക് നോക്കിയാൽ വിവേകാനന്ദന് പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം ആഴത്തിൽ ബന്ധപ്പെടുന്നത് പാമ്പാടി ജോൺ ജോസഫും നാരായണ ഗുരുസ്വാമികളും പൊയ്കയിൽ അപ്പച്ചനും മഹാത്മാ അയ്യങ്കാളിയും നാരായണ ഗുരുവുമൊക്കെ അടങ്ങുന്ന വിശാലമായ ഒരു ലോകമാണ് കേരളത്തിന്റെ നവോത്ഥാന സന്ദർഭം എന്ന് പറയുന്നത്. ആ നവോത്ഥാന സന്ദർഭത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത് അടിത്തട്ടിൽ നിന്ന് വന്ന നവോത്ഥാനമാണ്. ബംഗാളിൽ അത് സവർണ വരേണ്യ മനുഷ്യരിൽ നിന്ന് താഴേക്കിറങ്ങി വരികയാണ് അത് ചെയ്തതെങ്കിൽ, രാജാറാം മോഹൻ റോയ് വിപ്ലവാത്മകമായ ചില മാറ്റങ്ങൾക്കായിട്ട് മനുസ്മൃതിയിലേക്കും വേദങ്ങളിലേക്കും കടന്നുപോയപ്പോൾ സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന അവസരത്തിൽ ആലപ്പുഴയിൽ നടന്ന യോഗത്തിൽ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, നാരായണ ഗുരുസ്വാമികൾക്ക് വേദം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം മനഃപൂർവ്വം അത് ഉപയോഗിക്കാതിരുന്നതാണ് എന്ന് 36 ക്ഷേത്രപ്രവേശന വിളംബരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നടന്ന ആലപ്പുഴയിലെ യോഗത്തിൽ സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ബംഗാളി ഭദ്രലോകിന്റെ നേതൃത്വത്തിൽ രാജാറാം മോഹൻ റോയും വിവേകാനന്ദനും ഉൾപ്പെടെയുള്ള ആളുകൾ, ദയാനന്ദ സരസ്വതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിഹാസ പുരാണങ്ങളിലേക്കും വേദങ്ങളിലേക്കും കടന്നുപോയപ്പോൾ കേരളത്തിൽ സഹോദരൻ അയ്യപ്പനും പോത്തേരി കുഞ്ഞമ്പുവും നാരായണ ഗുരുസ്വാമികളും വേദങ്ങളിലേക്കോ ഇതിഹാസ പുരാണങ്ങളിലേക്കോ കടന്നു പോവുകയായിരുന്നില്ല. മറിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ ദുഃഖങ്ങളെ ദൈവസമാനമായ കരുണയാക്കി മാറ്റി എന്നുള്ളതാണ് ഗുരുസ്വാമികൾ ചെയ്തത്. അതുകൊണ്ടാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരുസ്വാമികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നൊഴുകി. എന്തിനാണ് ഇത്രമാത്രം കരഞ്ഞത്? ഗുരുവിന്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ മുഴുവൻ ഈ അധസ്ഥിത ജനവിഭാഗങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ, നാരായണ ഗുരുസ്വാമികൾ ഒഴുക്കിയ കണ്ണുനീരിലാണ് ആധുനിക കേരളം സ്ഥാപിതമായത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു ഹിന്ദുത്വ ശക്തികൾക്കും കേരളത്തിന്റെ മണ്ണിനെ വിട്ടുകൊടുക്കുവാൻ നമ്മൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ വേദിയിൽ നമ്മൾ നടത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.